ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, നമ്മുടെ അമ്മായിൻ്റെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നാട്ടിലേക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ ഇവർ രണ്ടുപേരും ഒന്ന് മിനുങ്ങാമെന്ന് കരുതിയിട്ട് അനുചേട്ടൻ മുടിയും താടിയൊക്കെ ഒന്ന് എടുത്തിട്ട് കുറച്ചായി. അപ്പോൾ പോകാമെന്ന് കരുതിയപ്പോൾ അക്കും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ശരി, അക്കുവിൻ്റെ മുടി വെട്ടാം. ലാസ്റ്റ് ടൈം വെട്ടിയിട്ട് അധികം മുടിയൊന്നും വന്നിട്ടില്ല, എന്നാലും അവൻ്റെ ഒരു സമാധാനം എന്ന് കരുതിയിട്ട് ഇതാ അക്കുവിനെയും കൊണ്ട് വന്ന് മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇരുന്ന് അഞ്ചേട്ടന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതാ ഈ ഒരു സ്റ്റൈലിൽ വെട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടന് കാണിച്ചു കൊടുത്തിട്ടോ. അപ്പം സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് അഞ്ചേട്ടൻ മുടി വെട്ടാറുള്ളത് വർഷങ്ങളായിട്ട്. വർഷങ്ങൾ മീൻസ് ബാംഗ്ലൂർ വന്നേ പിന്നെ ഈ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ മുടി വെട്ടുന്നത്. ഈ ചേട്ടൻ അപ്പോൾ കുറച്ച് മലയാളമൊക്കെ അറിയാം കേട്ടോ, എന്നാലും ഫുള്ള് കന്നഡയും ഹിന്ദിയൊക്കെ പറയുന്നത്. കുറച്ചൊക്കെ മലയാളം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകും. ഞാൻ ഫസ്റ്റ് എനിക്കറിയില്ലല്ലോ, ഞാൻ അവിടെ നിന്ന് ഓരോന്ന് പറയുമ്പോൾ ഈ ചേട്ടൻ ചിരിക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് കരുതിയപ്പോൾ ആ ചേട്ടൻ പറയുന്ന ഐഡിയ ആ ചേട്ടന് മലയാളം അറിയാൻ കേട്ടോ എന്ന് പറഞ്ഞത്. പിന്നെ അക്കുതാ ഇങ്ങനെ ആദ്യമൊക്കെ കുറച്ച് കൂളായിട്ട് ഇരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. ഫസ്റ്റ് പഴനി പോയിട്ട് മുടി മൊട്ടയടിക്കാൻ നേരം ഇരുന്നത് പോലെ തന്നെ കൂളായിട്ട് ദേ ഇങ്ങനെ അച്ഛയുടെ മടിയിൽ ഇരുന്ന് കൊടുക്കുകയാണ് കേട്ടോ കുട്ടി. ആ ചേട്ടൻ മുടിയൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും അധികം സമയമൊന്നും വേണ്ടി വരത്തില്ല, 1-2 മിനിറ്റ് ഒക്കെ മതി. കാരണം വലിയ മുടിയൊന്നും ഇല്ലാത്തൊരു പെട്ടത്തലയാണല്ലോ ഇത്. കാരണം ലാസ്റ്റ് ടൈം അഞ്ചേട്ടൻ കുട്ടൂനെയും കൊണ്ട് പോയപ്പോൾ മുടി വെട്ടിച്ചായിരുന്നു അക്കുവിൻ്റെ. അത് കാരണം വലുതായിട്ടൊന്നും അക്കുവിന് മുടി വന്നിട്ടില്ല. പിന്നെ മുട്ടയടിച്ച് കുറച്ചൊക്കെ ആയതല്ലേ ഉള്ളൂ, മുടിയൊക്കെ തുടങ്ങുന്നൊരു സമയമായിട്ടേ ഉള്ളൂ. അതുകൊണ്ടും ചേട്ടന് വലിയ പ്രയാസപ്പണിയൊന്നുമില്ല, ഈസി ആയിട്ട് വെറുതെ 2 വര വരച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈല് മാറ്റിയെടുക്കാവുന്നതൊക്കെ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് മുടി വെട്ടിക്കൊണ്ടിരിക്കുക, അക്കു കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്ത് വീഡിയോ പിടിക്കുന്നുണ്ട്, അപ്പൊ ഇടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. പിന്നെ എന്താ ചേട്ടൻ നോക്കുന്നത്, പിന്നെ കണ്ണാടിയെ നോക്കിയിട്ട് ഓരോ ആക്ഷനുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ എപ്പോഴാണ് പുള്ളി ഇതാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഏറെ നേരത്തെ പുള്ളിന്റെ ആ ഒരു പേഷ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഈർച്ച തോന്നി, കാരണം മുടിയൊക്കെ മേത്തേക്ക് വീഴല്ലേ. അപ്പൊ കുട്ടിക്ക് ഒരു ചൊറിച്ചിലും എന്തൊക്കെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പൊ അഞ്ചേട്ടൻ പിന്നെ ഫോൺ വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ ഇങ്ങനെ ആ ഫോൺ നോക്കിയിരുന്നിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ പൊസിഷനൊക്കെ മാറ്റി ഇരുത്തുന്നുണ്ട്, സൈഡൊക്കെ ചെരിഞ്ഞിരിക്കുന്നുണ്ട്. ഡക്കുവിന് ദേഷ്യം വന്നു തുടങ്ങി, ചെവി തട്ടിയും ഇതൊക്കെ ആക്കുന്നുണ്ടേ. അതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ ഇങ്ങനെ ഷേപ്പ് ചെയ്യാനുള്ള വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വരയിടണം, ഇങ്ങനെയൊക്കെ ആക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ അങ്ങനെയൊക്കെ ആക്കി തന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അക്കുവിൻ്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി പഞ്ചേൻ്റെ കാര്യം കൂടിയുള്ളൂ, അഞ്ചേൻ്റെ മുടിയും കൂടി എന്തായാലും മുടിയെടുക്കണം, താടി എടുക്കണം എന്ന്. ഞാനപ്പോൾ താടി എടുക്കണ്ട എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ അക്കുവിനെ ഈ ഫോൺ കാണിക്കുന്ന സമയത്ത് ഞാനും ഈ കാർട്ടൂണിൽ കുറച്ച് നേരം ലയിച്ചിരുന്ന് പോയിട്ടോ. പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോ എല്ലാം കഴിഞ്ഞു. ചേട്ടാ താടിയൊക്കെ ഫുള്ള് എടുത്തിട്ട് ആകെ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ ഈ താടി എടുത്തതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതാ ഇതാണ് കേട്ടോ അച്ഛൻ്റെയും മോൻ്റെയും മുടിവെട്ടൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അക്കുവിന് വണ്ടിയിൽ കയറി ആദ്യം തന്നെ കുറച്ച് നേരം ഫസ്റ്റ് ഒന്നിരിക്കും.